ഓ ഇനി കൃത്യസമയത്ത് കൊടുത്തില്ല എന്ന് പറഞ്ഞ അവന്മാര് ബഹളം ഉണ്ടാക്കണ്ട. ചേച്ചി ചേച്ചി എന്താ ചേട്ടാ? വാട കൊടുക്ക്. ആ പരനാരയുടെ മുഖത്തുകൊണ്ട് എറിഞ്ഞുകൊട്. സുമതി, നീ ഈ വാട കൊണ്ടുപോയി കൊടുത്തിട്ട് വാ. പിന്നെ ഞങ്ങൾക്കേ സുലോചനയുടെ ഒരു ഫോട്ടോ എടുക്കണം. എന്തിനാ എന്റെ ഫോട്ടോ? അതൊക്കെ പിന്നെ പറയാം. അയ്യോ, എനിക്ക് പേടിയാ. ചുമ്മാ ഫോട്ടോ എടുത്ത് പഠിക്കാനാ. കാര്യം വിശദമായി പിന്നീട് പറഞ്ഞുതരാം. ഫലിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും, ഞങ്ങളും. സാരിയും ബ്ലൗസും, മുല്ലപ്പൂ. സാരിയും ബ്ലൗസൊക്കെ ചൂടി മുല്ലപ്പൂ കൊടുത്ത് വൃത്തിയായിട്ട് ഇഞ്ഞിട്ട് വാ. അല്ലേ വല്ല പ്രശ്നം ഉണ്ടാവുമോ? സുമേ, ചൂടാ. സ്വല്പം ആഹാ, നല്ല ലക്ഷണമൊത്ത പെൺകുട്ടി. ഏത് തറവാട്ടിൽ പിറന്നാണെന്ന് തോന്നുന്നേ. ഒന്ന് നോക്കിയാട്ടെ. എടോ, ഇത് വളരെ പ്രായം കുറഞ്ഞ പെണ്ണാ. പ്രായം ഒരു പ്രശ്നമല്ല സാർ. സാറിന്റെ കല്യാണം മുടക്കിയുള്ള മുൻപിൽ കിളി പോലുള്ള ഒരു പെണ്ണിനെ വേണം കൊണ്ടുവരാൻ. ഒരു എഴുത്തും കൂടി ഉണ്ടല്ലോ. ബഹുമാനപ്പെട്ട ശ്രീധരമേനോൻ വായിച്ചറിയുവാൻ വേലപ്പൻ തമ്പിയും കോലപ്പൻ തമ്പിയും ചേർന്ന് എഴുതുന്നത്. ഞങ്ങൾ ഇന്നലെ ജപ്പാനിൽ നിന്ന് നാട്ടിൽ വന്നപ്പോഴാണ് താങ്കളുടെ വിവാഹ പരസ്യം. സഹോദരര്, ഇവിടെ 2 ജപ്പാൻ തമ്പിമാരുണ്ടോ? നിങ്ങളാരാ? ഞാൻ ശ്രീധരമേനന്റെ ആളാ, രാവുണ്ണി. എന്നാലേ ഞങ്ങള് തമ്പി അങ്ങ് ആൾക്കാരാ. ചേട്ടൻ വന്ന കാര്യം? തമ്പിമാര് ഇവിടെ തന്നെയാണോ താമസം? അവരുടെ ബംഗ്ലാവ് എന്ന് പറഞ്ഞാൽ ഫോറിൻ സ്റ്റൈലാ. എയർ കണ്ടീഷൻ, സ്വിമ്മിംഗ് പൂൾ, കെൽവിനേറ്റർ, റെഫ്രിജറേറ്റർ, ആനന്ദ്, സെപ്പറേറ്റി, പന്തീർ 3, 36. അതെ, ഇതൊക്കെ ഷിപ്പിൽ കയറ്റി കൊണ്ടുവന്നതാണോ? എന്നോട് ചോദിക്കേണ്ട ചോദ്യമല്ല. ഇങ്ങോട്ട് നോക്കി, എല്ലാം ഞാൻ പറഞ്ഞുതരാം. ശ്രീധരമേനോൻ ആളൊരു കോടീശ്വരനാ. തമ്പിമാര് അതുമല്ല, കൊക്കോടീശ്വരന്മാരാ. വന്നിറങ്ങിയ ഉടനെ ചീഫ് മിനിസ്റ്ററെ വിളിച്ച് കേരളം കൊടുക്കുന്നുണ്ടോ എന്നാ ചോദിച്ചത്. അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ മേനോൻ തമ്പിമാരുടെ പെങ്ങളെ കെട്ടണമെങ്കിലേ ഞാൻ പറയണെങ്കിലേ എനിക്ക് 50,000 രൂപ കിട്ടണം. അതൊരു വലിയ കാര്യമാണോ? തമ്പിമാരെ ഡോളർ അടിക്കുന്നവരാ. ജപ്പാനില് ഡോളറില്ലല്ലോ. അതിനവിടെ വേറെ പേരാ പറയാ. എന്നാണ് അവിടെ പറയാ. കല്യാണം നടന്നു കഴിഞ്ഞാൽ ചേട്ടൻ ആവശ്യപ്പെടുന്ന ചുയിങ് ഞങ്ങൾ വാങ്ങിച്ചു തരും. പക്ഷേ മേനോന്റെ സ്വത്തുക്കൾ മുഴുവൻ സുലോയുടെ പേരിൽ എഴുതി വെക്കണം. അതൊന്നും പ്രശ്നമല്ല. എനിക്ക് ഉടനെ തമ്പിമാരെ കണ്ട് ഞങ്ങൾ എപ്പോഴാ വരേണ്ടതെന്ന് അറിയണം. അയ്യോ, ഇന്ന് കാണാൻ പറ്റത്തില്ല. രണ്ടുപേരും ഹിപ്പപ്പൊട്ടോമിയയിലേക്ക് പോയിരിക്കുക. വാക്കുറപ്പിക്കേണ്ട ദിവസം നാളെ തന്നെ ഞങ്ങൾ അങ്ങോട്ട് അറിയിക്കാം. അത് മതി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ബൈ ബൈ. മംഗള ഭവതുന മംഗള എല്ലാ കാര്യവും സക്സസ്. ഇനി സുലോചന ഒന്ന് നേരെ നിന്നാ മതി. ഞാൻ നിക്കില്ല. എന്റെ ഫോട്ടോ എടുത്ത പോലെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു പറയുന്ന ഒക്കെ ഞാൻ കേട്ടു. എന്റെ പൊന്നും കൊച്ചേ, ഒരു നല്ല നിലയിൽ നിന്നെ എത്തിക്കാനാ ഞങ്ങള് പാടുപെടുന്നത്. വേണ്ട, വഞ്ചന കൊണ്ട് എനിക്കൊരു നിലയിലും എത്തണ്ട. വേണ്ടെങ്കി വേണ്ട. ഒരാഴ്ച കൂടി കഴിയുമ്പോ നിന്റെ അച്ഛനെ ആശുപത്രിയിൽ നിന്ന് പേര് വെട്ടി പുറത്തു തള്ളും. പുറത്തിറങ്ങി പ്രാന്ത് കാണിച്ചാലേ ആളുകൾ എറിഞ്ഞു കൊല്ലും. നിനക്ക് ആ മനുഷ്യനോട് സ്നേഹമുണ്ടെങ്കിൽ വെല്ലൂര് കൊണ്ടുപോയി സുഖപ്പെടുത്തി കൊണ്ടുവരാം. നീയൊന്ന് മനസ്സ് വെച്ചാ മതി. നിന്റെ അച്ഛനെ പഴയ നിലയിൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടാകും. ഈ നരകത്തിൽ നിന്ന് നിനക്കും നിന്റെ അനിയത്തിമാർക്കും രക്ഷപ്പെടുകയും ചെയ്യാം. നിനക്കതിനുള്ള സന്മനസ്സുണ്ടാകുമെന്നാ ഞങ്ങൾ വിചാരിച്ചത്. ശരി ശരി.
Come on. Kamoshi. വരൂ മിസ്റ്റർ മേനോൻ വരൂ. Kamoshi. Kamoshi. Yes, yes. Kamoshi. ഓക്കേ ഓക്കേ. Kamoshi. Here you go. വേലപ്പൻ തമ്പി. I am കോലപ്പൻ തമ്പി. ഞങ്ങൾക്ക് സുലു. is only one sister. യെസ്. ഞങ്ങൾക്ക് പ്രാണനാണ് സുലു. അയ്യോ അത് പിന്നെ പറയാനുണ്ടോ? രാഹുകാലത്തിന് മുമ്പ് കുട്ടിയെ വിളിച്ചാട്ടെ. സർവൻസ്. സുലോയോട് വരാ പറയൂ. ഈ പെണ്ണിന് എന്റെ മകളാകാനുള്ള പ്രായം പോലും ഇല്ലല്ലോ. അയ്യോ 40 വയസ്സുണ്ട്. ജപ്പാനിലെ ശാപ്പാട് കൊണ്ട് അത്രയ്ക്ക് പ്രായം തോന്നിക്കാത്ത. What you say? എന്താണ് ഡൗട്ട്സ്? ഒരു ഡൗട്ടിങ്ങും ഇല്ലല്ലോ. ഈ നടക്കുന്ന വിവാഹ നിശ്ചയമല്ല, അങ്ങയുടെ പണം കൈക്കലാക്കാൻ കരുതിക്കൂട്ടി ചെയ്യുന്ന വഞ്ചനയാണ്. എന്റെ കുടുംബത്തിലെ കഷ്ടപ്പാടുകൊണ്ടാണ് സാർ ഞാൻ ഇവരുടെ വല വീണത്. എനിക്ക് മാപ്പ് തരണം സാർ. നീ ഞങ്ങളെ ചതിച്ചു അല്ലേ? ഞാൻ ആരും ചതിച്ചിട്ടില്ല. ഈ നിൽക്കുന്നവരെന്റെ ആരുമല്ല. ഇവര് ജിംഖാന വാസുവിന്റെ ആളുകളാണ്. ആനയും പോരുത്. ഇതേ ഞാൻ വയസ്സായതുകൊണ്ട് കൊണ്ട് നടക്കുന്നതല്ല. എന്റെ ചുറ്റും വഞ്ചകന്മാരും കള്ളന്മാരുമാണെന്ന് എനിക്കറിയാം. വാ മോളെ. ചവിട്ടുന്നുണ്ടല്ലോ. അറിയോ സുലോചനെ, സാർ, ഇവളെന്റെ അമ്മാവന്റെ മകളാണ്. ഇവളെങ്ങനെ ഇവിടെ വന്നു? കേറ്, എല്ലാം അങ്ങ് എത്തിയിട്ട് പറയാം. ഒരു കൊടും വഞ്ചനയിൽ നിന്നാണ് നീ എന്നെ രക്ഷിച്ചത്. നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി നായ്ക്കോലം കിട്ടുന്നവനൊക്കെ നിന്റെ മനസാക്ഷി കണ്ടു പഠിക്കണം.
ആ പറഞ്ഞത് എന്നെ ഉദ്ദേശിച്ചായിരിക്കും. അതേടോ, താൻ എന്തെങ്കിലും അന്വേഷിച്ചിട്ടാണോ ആ കറക്കമ്പനിക്കകത്ത് എന്നെ കൊണ്ട് ചാടിച്ചത്? ബംഗ്ലാവും സ്വിമ്മിംഗ് പൂളും കപ്പലിൽ കയറ്റി കൊണ്ടുവന്നവരെ പറ്റി കൂടുതൽ എന്താ അന്വേഷിക്കാനാ സാറേ? ഓടാ എന്നെ മുമ്പിൽ. ശ്രീനി, നിന്നോടുള്ള കടപ്പാടിന് ഞാൻ എന്ത് ചെയ്താലും മതിയാവില്ല. ശ്രീനി, എന്താ സാർ? നീ ചോദിച്ച പണം ഞാൻ തരാം. ഇവളുടെ അച്ഛനെ വെല്ലൂർ കൊണ്ടാണുള്ള എല്ലാ ഏർപ്പാടും ചെയ്യാം. ശരി സാർ. അപ്പൊ ബന്ധുക്കളായ ഞങ്ങളെ പുറത്ത് ചാടിച്ചത് തനിക്ക് മേനോന്റെ കിടപ്പറ സഹിയാവാനല്ലേ? അതെന്താ അങ്ങനെ പറഞ്ഞത്? എനിക്ക് നിങ്ങൾ രണ്ടാളും തുല്യരാ. അങ്ങനെ പറയരുത്. താൻ അയാളായിട്ട് തെറ്റിയത് മുതൽ താൻ ഞങ്ങളുടെ ബന്ധുവാ. തന്നെ അന്വേഷിച്ച് എന്റെ ഭാര്യ വീട്ടിൽ കാത്തിരിക്കുന്നുണ്ട്. തെറി പറയാനായിരിക്കും. അല്ലടോ നായരെ, ഞങ്ങൾക്കൊരു മോളുണ്ട്. അവൾക്ക് പറ്റിയൊരു ചെറുക്കൻ ഒപ്പിച്ചു തന്നാൽ കയ്യിലുള്ള കാശ് തനിക്ക് തരാം. അക്കാര്യം ഞാൻ ഏറ്റു. എന്നാ ഏറ്റു. ഒരു 150 അടിച്ച് എന്റെ ആട്ടോ ഒന്ന് നിർത്തിയിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. അവിടേക്കല്ലടോ നായരെ, അവിടെ അമ്പലം. ചാരായ ശരി.